തെരഞ്ഞെടുപ്പിൻ്റെ ചൂടങ്ങനെ കത്തിക്കേറി വരികയാണല്ലോ. പരസ്യപ്രചരണങ്ങളും പോളിംഗ് ബൂത്തിലേക്കുള്ള ദൂരവും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നാളത്തതോടുകൂടി പരസ്യപ്രചരണം അവസാനിക്കും. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്താവും, ഈ പറയുന്ന പോളിംഗ് ബൂത്തിലേക്ക് ജനം എത്തിത്തുടങ്ങും. അപ്പോൾ പറഞ്ഞു വരുന്നത്, പത്തനാപുരത്ത് നിന്ന് ഇന്നലെ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച ഒരു ചിത്രം, ഒരു കാഴ്ചയായിരുന്നു. ആ കാഴ്ചയിലെ ഒരു ചിത്രമാണ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടത്. പത്തനാപുരത്ത് LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗണേഷ് കുമാറിന് വേണ്ടിയിട്ട് ഗണേശൻ്റെ മകൻ വോട്ട് ചോദിക്കുന്ന ഒരു സീനാണ് കണ്ടത്. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഇതിപ്പോൾ തന്ത ഗണേശനാണ് എന്നാണ് പറയുന്നത്. ശരി, അംഗീകരിക്കാം, തന്ത ഗണേശനാണ്. പെറ്റത് ആരാണ്? ഇനി സരിതാ നായർ പെറ്റ ആ മകനാണോ, അതോ യാമിനി തങ്കച്ചി പെറ്റതാണോ, അതല്ല ഗണേശൻ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ഗണേശൻ്റെ വേശ്യ കാമുകിമാർ പെറ്റതാണോ, ആര് പെറ്റ മകനാണ് എന്നുള്ള ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ അതിങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപാണല്ലോ ഗണേശൻ്റെ രണ്ടാം ഭാര്യ ബിന്ദു മേനോന് വീട്ടിലേക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ താനും ഗണേശനും കിടന്ന അതേ ബെഡ്റൂമിൽ അതേ ബെഡിൽ ഗണേശൻ കിടക്കുന്നു. ഗണേശൻ്റെ കൂടെ മറ്റൊരു വേശ്യയും കിടക്കുന്ന കാഴ്ച കണ്ടു എന്ന് മാത്രമല്ല, അവരത് മൊബൈലിൽ പകർത്തുകയും ചെയ്തു. അവിടെയും തീർന്നോ? ഇല്ല, ഗണേശനും ഗണേശൻ്റെ സ്റ്റാഫും കൂടിയിട്ട് ആ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തി. അപ്പോഴവർ പോലീസിനെ വിളിച്ചു, അല്ലേ, 112ലേക്ക് കോൾ ചെയ്തു. പോലീസ് വന്നു. അങ്ങനെ സംഭവബഹുലമായ ഒരു കാര്യം ഈ വാളകത്തെ കീഴൂട്ട് വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചത്. അപ്പോൾ അതൊരു സംഭവം. ഇനി 2013 എന്താണ് സംഭവിച്ചത്? 2013 ഗണേശൻ്റെ വ്യഭിചാരം കണ്ട് സഹിക്കവയ്യാതെ തൻ്റെ മക്കളും ആ വ്യഭിചാരം കണ്ട് വളരണ്ട എന്ന് കരുതിയിട്ട് യാമിനി തങ്കച്ചി 2 മക്കളെയും കൈപിടിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ സംഭവിച്ചിട്ടും ഈ ഗണേശനും ഗണേശൻ്റെ മകനും എങ്ങനെയാണോ ജനങ്ങളെ നോക്കിയിട്ട് എൻ്റെ തന്തക്ക് വോട്ട് ചോദിക്കണം അല്ലെങ്കിൽ വോട്ട് ചെയ്യണം എന്ന് പറയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ എല്ലാവരും വലിയ വിശുദ്ധന്മാരാണെന്നൊന്നുമില്ല ഞാൻ പറയുന്നത്. അവിഹിതങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഈ അവിഹിതങ്ങൾ ഒരു ജീവിതചര്യയായി കൊണ്ട് നടക്കുന്ന ഗണേശൻ, ആദ്യ ഭാര്യ ഇറങ്ങിപ്പോയതും ഇവൻ്റെ അവിഹിതം സഹിക്കവയ്യാതെ, ഇവൻ്റെ ഈ പറയുന്ന വ്യഭിചാരം സഹിക്കവയ്യാതെയാണ് ആദ്യ ഭാര്യ ഇറങ്ങിപ്പോയത്. രണ്ടാം ഭാര്യയും സമാനമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു, സഹിച്ചിട്ട് മിണ്ടാതിരിക്കേണ്ടി വരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ മക്കളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ തന്തക്ക് വോട്ട് ചെയ്യണം എന്ന് പറയണമെങ്കിൽ ആ തൊലിക്കട്ടി അപാരം തന്നെ ആയിരിക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യമെന്ന് പറയുന്നത്. അല്ലേ, യാമിനി തങ്കച്ചിയിൽ മക്കളുണ്ടായി, ബിന്ദു മേനോനിൽ മക്കളുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഗണേശൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ മറ്റൊരാൾ സരിതാ നായരാണ്. ഇനി അത്തരത്തിൽ ആരൊക്കെ ജന്മം നൽകിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഗണേശൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ സരിതാ നായരുടെ പ്രസവിച്ച കുഞ്ഞ് അത് ഗണേശൻ്റെതാണ് എന്ന് ആര് പറഞ്ഞു? അത് ഗണേശൻ്റെ തന്ത പറഞ്ഞു, ബാലകൃഷ്ണപിള്ള കേരളത്തിൻ്റെ സമൂഹത്തോട് പറഞ്ഞു. ആ ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ സരിത ജയിലിൽ കിടന്നപ്പോൾ ഗണേശൻ്റെ കുഞ്ഞിന് ചെലവിന് കൊടുത്തത് ബാലകൃഷ്ണപിള്ളയാ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, ഇപ്പം ഈ വന്ന മകൻ, നിങ്ങൾ ഫോട്ടോയിൽ കണ്ട മകൻ, അത് സരിതയുടെ കുഞ്ഞാണോ അതോ മറ്റാരെങ്കിലും ഗർഭിണിയായി ഗർഭം ചുമന്ന് പ്രസവിച്ച കുഞ്ഞാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇവരെയാണ് നമ്മൾ എങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത്? നമ്മളെ ഭരിക്കാൻ അധികാര കേന്ദ്രത്തിലേക്ക്. ഇവരാണ് ജനപ്രതിനിധി, ഇവരാണ് മന്ത്രി കസേരയിൽ ഇരിക്കുന്നവർ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, പത്തനാപുരത്ത് ഇപ്രാവശ്യം ജ്യോതികുമാർ ചാമക്കാല തൂക്കും. അത് തൂക്കിക്കഴിഞ്ഞു, ഇനി അതിൽ തൂക്കാനൊന്നുമില്ല. ഇനി അവിടെ എത്രയാ ഭൂരിപക്ഷം എന്നുള്ളത് നമ്മൾ മെയ് 4 ആവുമ്പോൾ അറിയും. അത്രയേ ഉള്ളൂ. പത്തനാപുരത്തിൻ്റെ കഥ അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
ഈ ഗണേശനെ പോലെയുള്ള ആളുകളെ നമ്മൾ ചുമക്കണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ ഈ പറയുന്ന മകൻ വന്നിട്ട് അപ്പന് വോട്ട് ചെയ്യണം, തന്തയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, എങ്ങനെ സാധിക്കുന്നടാവേ അല്ലേ? ഇപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇത്തരത്തിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കരുതുക, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു ഈ അവിഹിതത്തിൻ്റെ ആരോപണങ്ങൾ ഉണ്ടായാൽ തന്നെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ ആ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? തല ഉയർത്തി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അവിടെ ഇങ്ങനെയും ആഭാസതരം കാണിച്ച ഒരുത്തിന് വേണ്ടിയിട്ട് മകൻ വന്നിട്ട് വോട്ട് ചോദിക്കുക. അപ്പോൾ ആ തൊലിക്കെട്ടി അത് വല്ലാത്ത തൊലിക്കെട്ടിയാ. സാധാരണ നമ്മൾ പറയും കണ്ടാമൃഗത്തെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള തൊലിക്കെട്ടി. ഇനിയിപ്പോൾ കണ്ടാമൃഗത്തിനാണോ തൊലിക്കെട്ടി കൂടുതൽ, ഇനി മറ്റുള്ള വല്ല ജീവിക്കാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും അതാണ് സംഭവം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഗണേശൻ്റെ സെക്കൻഡ് വൈഫ് ബിന്ദു മേനോൻ ഇത്തരത്തിൽ ഒരു പരാതിയുമായി പോലീസിനെ വിളിക്കുന്നു, മുഖ്യമന്ത്രിയുടെ മകളെ വിളിക്കുന്നു, ഒക്കെ ചെയ്ത് വലിയ ചർച്ചയായപ്പോൾ അന്ന് ഗണേശൻ എന്താ പറഞ്ഞത്? അതെൻ്റെ കാമുകിമാരാണ്. വ്യഭിചാരമില്ല എന്നോ കാമുകിമാരില്ല എന്നോ, കാമുകി എന്ന് പറഞ്ഞാൽ ഈ വേശ്യകളെയാണ് കാമുകി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാമുകിമാരാണ് എന്ന് പറഞ്ഞാൽ ഗണേശൻ സംഭവം ഉള്ളതാണ് എന്നാണ് പറഞ്ഞത്. അതിലാരും തലയിടണ്ട എന്നാണ് പറഞ്ഞത്. കാരണം അതെൻ്റെ വ്യക്തി ജീവിതമാണ്, അതിൽ തലയിടണ്ട. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരതൊക്കെ എന്ത് ജീവിതമാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഗണേശൻ ഈ കാര്യങ്ങളൊന്നും നിഷേധിക്കുന്നുണ്ടോ? ഇല്ല, ഇതൊക്കെ ഉള്ളതാണെന്ന് ഗണേശൻ തന്നെ പറയുന്നുണ്ട്. പിന്നെന്താ ഗണേശൻ്റെ ന്യായം? അതെൻ്റെ കാമുകിമാരാണ്. 10 ഉറുപ്യ കൊടുത്തിട്ട് വേശ്യകളെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കിടക്കയിൽ കിടത്തി വ്യഭിചരിച്ചിട്ട് പറയുകയാണ് അതെൻ്റെ കാമുകിമാരാണ്. ആയിക്കോട്ടെ, കാമുകിമാരായിട്ട് ഇത്തരത്തിൽ ഒരു ഭാര്യയും കുടുംബവും ഒക്കെ ആയി ജീവിക്കുന്ന ആൾ സ്വന്തം വീട്ടിൽ കാമുകികളുമായിട്ട് വ്യഭിചരിക്കുന്നത് ഒരു ഭാര്യ കണ്ടാൽ എന്താണ് അവസ്ഥ? ഞാൻ പറയുന്നത് കേരളത്തിലെ ബിന്ദു മേനോൻ എങ്ങനെയാണ് അതിന് ഇപ്പോൾ ഇത് സഹിക്കാൻ പറ്റാതെയാണല്ലോ യാമിനി തങ്കച്ചി ഇറങ്ങിപ്പോയത്. ഇപ്പോൾ ബിന്ദു മേനോൻ ഇപ്പോഴും കൂടെ നിൽക്കുന്നത് കേരളത്തിലെ സാധാരണ സ്ത്രീകൾ ഇതൊക്കെ സമ്മതിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഏത് ഭാര്യ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് ഈ വേശ്യകളെ വീട്ടിൽ കൊണ്ടുവന്ന് വ്യഭിചരിക്കുന്നു, ഏത് ഭാര്യ അതിന് സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു സ്ത്രീയും ചെയ്യില്ല അല്ലേ? ഇനിയിപ്പോൾ അതല്ല, ഇതിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും തന്തയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ മക്കളിറങ്ങുക. എന്താണെങ്കിലും ഇത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ അടിമകളും അവരുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയതാ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്നാലും ആ വ്യക്തിക്ക് ഒരു ഈ പറയുന്ന മനസാക്ഷി അല്ലെങ്കിൽ മനസ്സ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ? ആ വ്യക്തിയുടെ മൈൻഡിൽ എന്തൊക്കെയായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ചിന്തിക്കൂലേ? ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ചിലപ്പോൾ. കാരണം ഈ പണവും ഫെമിലിയാരിറ്റിയും അതുപോലെ സ്വാധീനങ്ങളും അധികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഈ മാനവും ആത്മാഭിമാനവും എന്നൊന്നും പറയുന്ന ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്ത് തോന്നുന്നു? കാരണം പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികാരമുണ്ടെങ്കിൽ എന്തുമാവാം, അതൊന്നും ഒരു വിഷയമേ ഇല്ല. പണമുണ്ടെങ്കിൽ എന്തുമാവാം. അങ്ങനെയാണോ? അങ്ങനെ ഒരു 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 മെൻറ്റാലിറ്റിയിലേക്ക് ജനങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ടോ? യാതൊരു മൊറാലിറ്റിയും ഇല്ലാതെ ഒരു ധാർമ്മികതയും ഇല്ലാതെ ഇങ്ങനെ പണമുണ്ട്, അധികാരമുണ്ട്, അതാണ് ഏറ്റവും വലുത്, ആത്മാഭിമാനവും മാനങ്ങളൊന്നുമില്ല, താൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള ഒരു ചിന്താഗതിയാണോ? ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നാശത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്തരക്കാരാണോ ഒരു നിയമനിർമ്മാണ സഭയിലൊക്കെ ചെന്നിരിക്കേണ്ടവർ ഇങ്ങനത്തെ ആളുകളാണോ എന്നുള്ള ഒരു ചിന്തയും എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ അവർ ഇത്തരക്കാരാണ് എന്നൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു മൈൻഡ് ഉണ്ടല്ലോ, ഒരു മെൻറ്റാലിറ്റി. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു മക്കൾ
സ്വന്തം പേരൻസിനെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കേണ്ടി വരിക, എന്നിട്ട് ആ പേരൻസ് അതിനെ സമ്മതിക്കുക. അങ്ങനെ ഇല്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ അത് കള്ളമായ ആരോപണം, അത് വേറെ വിഷയം. ഇതിപ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലൂടെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് മക്കൾ ഇത് കേൾക്കുമ്പോൾ അവരെന്ത് ചിന്തിക്കും? ഇനി അവരും ഇത് തന്നെയാണ്, എനിക്ക് പണം കിട്ടിയാൽ മതി, എനിക്ക് തന്തയുടെ പണം കിട്ടിയാൽ മതി, പൈസ കിട്ടിയാൽ മതി, സ്വത്ത് കിട്ടിയാൽ മതി എന്നാണോ മക്കളും ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ ഇത് ഒരു വലിയ യാതൊരു ധാർമ്മികതയുമില്ലാത്ത, മൂല്യങ്ങളുമില്ലാത്ത, മൊറാലിറ്റിയുമില്ലാത്ത ഒരു ഘട്ടത്തിലേക്കാണ് നടന്നു പോകുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ഒരു സമൂഹം അങ്ങനെ അധപ്പതിക്കേണ്ടവരല്ല എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ വേറെ വഴിയിലൂടെയൊക്കെ ചർച്ചകൾ പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഗണേഷ് കുമാറിനെ കുറിച്ചാണ്, പിന്നെ അത് ചർച്ച വേറെ വഴിക്ക് ഇങ്ങനെ നീങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുക? ഇത് പറഞ്ഞ് ഇങ്ങനത്തെ കേസുകളുമായിട്ട് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് പത്തനാപുരത്തെ ഗണേശന് വോട്ട് ചോദിച്ചെത്തിയ മക്കളെക്കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളും ഇത് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും, അല്ലെങ്കിൽ ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും, ഇതിപ്പോൾ ആര് പെറ്റത്? ഞാൻ പെറ്റ മകനേ എന്ന് നിലവിളിച്ച നിലവിളി നിങ്ങൾ കേട്ടില്ലേ? അതുപോലെ ഇതിപ്പോൾ ആര് പെറ്റതാണ്? സരിത പെറ്റതോ അതോ മറ്റുള്ള ആരെങ്കിലും പെറ്റതോ എന്നുള്ള ചോദ്യവും നിങ്ങളുടെ മനസ്സിലേക്ക് വരും സ്വാഭാവികമായിട്ടും, ഇല്ലേ? വരില്ലേ? അപ്പോൾ എന്താണെങ്കിലും പറഞ്ഞു വന്ന് ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇത് തെരഞ്ഞെടുപ്പ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ നമ്മുടെ അവകാശം വിനിയോഗിക്കാൻ പോവുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം, ഇത്തരക്കാരെയാണോ നമ്മൾ ചുമക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ വയറ്റിൽ കത്രികയാണോ വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. 1 കിലോ പഞ്ചസാര വാങ്ങാൻ പോയി കഴിഞ്ഞാൽ, 1 കിലോ അരി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ 56 രൂപ കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. 1 ലിറ്റർ വെളിച്ചെണ്ണക്ക് 400 രൂപ കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാക്കിയ ഈ പിണറായി വിജയൻ്റെ കെടുകാര്യസ്ഥതയുടെ 10 വർഷം ഇനിയും തുടരണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് വളരെ വിവേകപൂർവം നിങ്ങളുടെ സമ്മതിദാന അവകാശത്തെ വിനിയോഗിക്കുക. അയ്യൻ്റെ പൊന്നുകെട്ടവർ, ആ പൊന്നുകെട്ട കള്ളന്മാർക്ക് കഞ്ഞി വെച്ചവർ, അവരിനിയും അധികാരത്തിൽ തുടരണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. RSSനെയും SDP കൈവെള്ളയിൽ കൊണ്ടു നടന്ന് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ ഇനിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണോ എന്നുള്ളത് നിങ്ങൾ 1000 തവണ ചിന്തിക്കുക. നമുക്കിടയിലുള്ള സാഹോദര്യവും സ്നേഹവും ഐക്യവും തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരാൾ ഭരണത്തിലേറണോ എന്നുള്ളത് നിങ്ങൾ 1000 തവണ ചിന്തിക്കുക. നിങ്ങളുടെ സമ്മതിദാന അവകാശത്തെ, നിങ്ങളുടെ മസ്തിഷ്കത്തെ, നിങ്ങളുടെ ചിന്താശക്തിയെ, നിങ്ങളുടെ ബുദ്ധിയെ വളരെ വിവേകപൂർവമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഈ ഒരവസരം നിങ്ങൾ വിനിയോഗിക്കണം. കാരണം നിങ്ങൾക്ക് ഏപ്രിൽ 9 തെറ്റുപറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ നിങ്ങളുണ്ടാവില്ല, നമ്മളുണ്ടാവില്ല, മലയാളി ഉണ്ടാവില്ല, കേരളം ഉണ്ടാവില്ല. 5 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ നമ്മുടെ അടിവേരറുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട.